കൈലാഷ് സർ, എല്ലാരും ഉണ്ടല്ലോ, വരൂ. എന്താ മോഹൻ? കരുണാകരൻ സാറ് ഈ കമ്പനിയിൽ വലിയൊരു പരിഷ്കാരം വരുത്തിയിട്ടുണ്ട്. കൈലാഷ് സാറിനോട് പെർമിഷൻ വാങ്ങിയിട്ടാണോ കരുണാകരൻ സാർ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രിയനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു സർ. പ്രിയനോട് എന്ത് ചെയ്തു വ്യക്തമായിട്ട് പറയൂ. പ്രിയന് ജോലി അറിയില്ലെന്നോ ചെയ്യുന്ന ജോലിയോടും കമ്പനിയോടും ആത്മാർത്ഥതയില്ലെന്നോ ശത്രുക്കൾ പോലും പറയില്ല. പ്രിയൻ ഇവിടെ ഉള്ളപ്പോ പുതിയൊരു സൂപ്പർവൈസറിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സർ? പുതിയ സൂപ്പർവൈസറോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നോടെന്തോ പരാതി പറയാൻ വന്നാണെന്ന് മനസ്സിലായി. എന്താ പാറു, എന്താ നിങ്ങളുടെ പരാതി? പാറു, നമ്മൾ സംശയിച്ചത് ശരിയാ. നന്ദനെ ജോലിക്ക് വെച്ചത് കൈലാഷ് സാർ അറിഞ്ഞിട്ടില്ല. കൈലാഷ് സാറിന് വിശദമായി പറഞ്ഞു കൊടുക്ക്. ഞാൻ പറയാം സർ. കരുണാകരൻ സാറ് പുതിയൊരു സൂപ്പർവൈസറെ കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദൻ എന്നാ പേര്. ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല. ഇനി ഞങ്ങളുടെ ലൈനിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആ നന്ദനാണത്രേ. അതിലൊന്നും ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഇവിടുത്തെ ജോലികളൊക്കെ എങ്ങനെ നടക്കണം, ആരെയൊക്കെ ജോലിക്ക് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം പ്രൊഡക്ഷൻ ചീഫിന് തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി പ്രിയനെ ഗോഡൌണിലേക്ക് മാറ്റണമായിരുന്നോ? ഒരു സൂപ്പർവൈസറെ വെറും ഒരു ഗോഡൌൺ സൂക്ഷിപ്പുകാരനായി തരം താഴ്ത്തുകയല്ലേ കരുണാകരൻ സാർ ചെയ്തത്? കരുണാകരൻ സാറിന്റെ സ്വഭാവം സാറിനറിയാലോ. കരുണാകരൻ സാറ് പറയുന്നത് മണ്ടത്തരമാണെങ്കിലും മറ്റുള്ളവരെ അപമാനിക്കുന്നതാണെങ്കിലും ആരും എതിർപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. സൂപ്പർ എന്നേ പറയാൻ പാടുന്നു. തെറ്റ് കണ്ട തെറ്റാണെന്ന് തന്നെ പ്രിയം പറയും. അതിന് ഏത് കൊലക്കൊമ്പം ചെയ്താലും പറയും. കരുണാകരൻ സാറിനെ പലതവണ അവൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. കരുണാകരൻ സാറ് ആ ദേഷ്യം തീർത്തത്. പാറുവിന്റെ 2 ചെവിയിലും കരുണാകരൻ സാർ ക്ലിപ്പിട്ട് മുറുക്കിയത് ഓർമ്മയില്ലേ? അന്ന് സാറിനെ അത് വിളിച്ചു കാണിച്ചത് പ്രിയനാ. അന്ന് സാറിനെ വിളിച്ചു കാണിക്കുന്നതിന് പകരം പ്രിയൻ അത് പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ച് കാണിച്ചിരുന്നെങ്കിൽ പ്രിയനോട് അതിന്റെ പകപോക്കാൻ കരുണാകരൻ സാർ ഇപ്പൊ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ജയിലിൽ കിടക്കുന്നുണ്ടാകുമായിരുന്നു. പറയാനാണെങ്കിൽ കുറെ ഉണ്ട് സർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സാർ ഇവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അയാളുടെ ഭരണമായിരുന്നു ഇവിടെ. ചോദിക്കാൻ ആരുമില്ലല്ലോ. PKR സാറ് വല്ലപ്പോഴും അല്ലേ വരൂ. കൈലാഷ് സാർ ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം അയാളുടെ മാടമ്പിത്തരം പഴയതുപോലെ നടക്കുന്നില്ല. സാർ ഇടപെടും. ചിട്ടി നറുക്കെടുപ്പിന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരെയും പറഞ്ഞു വിട്ട് പുതിയ ജോലിക്കാരെ വെക്കാൻ പോയപ്പോഴെല്ലാം സാർ ഇടപെട്ടില്ലേ? അതിന്റെയൊക്കെ പിന്നില് പ്രിയനല്ലേ? പ്രിയനെ ഗോഡൌണിലേക്ക് മാറ്റിയ അവൻ അതിനകത്ത് ഒതുങ്ങിക്കോളും. അയാൾക്ക് വീണ്ടും ഇവിടെ വില സാർ. അതാണ് കരുണാകരൻ സാറിന്റെ മനസ്സിലിരിപ്പ്. ഗോഡൌണിലെ ജോലി വേണ്ടെന്ന് വെച്ച് പ്രിയൻ ഇവിടുന്ന് പോകാം. ഏത് ഗാർമെന്റ്സിൽ ചെന്നാലും അവനെ ഇരുകൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ പ്രിയൻ ഇവിടുന്ന് പോകില്ല സർ. ഈ സ്ഥാപനത്തെ അവനവന്റെ വീട് പോലെയാ കാണുന്നത്. ഇവിടെ ഉള്ളവരെയൊക്കെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാ കാണുന്നത്. ആരെന്ത് ചെയ്താലും ഒരടിമയെ പോലെ പ്രിയൻ ഇവിടെ തന്നെ കിടക്കും. ആ മനസ്സ് സാറെങ്കിലും മനസ്സിലാക്കണം. സൂപ്പർവൈസർ പോസ്റ്റ് അവന് തിരിച്ചു കൊടുക്കണം.